നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പ്ലം കേക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 3 ടേബിൾ സ്പൂണ് പഞ്ചസാര എടുത്ത് ഞാൻ കാരമലൈസ് ചെയ്തതാണ്. അതിലേക്ക് ഞാനൊരു ഗ്ലാസ് സീഡ്ലെസ് ആയിട്ടുള്ള കറുത്ത മുന്തിരിയും 10 ഈത്തപ്പഴവും കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ പിന്നെ ഞാനൊരു ഏലക്കായ, കരയാമ്പൂവ്, കറുവപ്പട്ട ഇത് 3ഉം കൂടി പൊടിച്ചത് ഒരു അര സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിടുമ്പോഴാണ് ഇതിൻ്റെ മണം നല്ല രസമായിട്ട് വരുന്നത്, നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്ലം കേക്കിന് വേണ്ടിയിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ റമ്മിലൊക്കെ ഇട്ടിട്ട് ഒരാഴ്ചയൊക്കെ നമ്മൾ വെക്കാറുണ്ട്. പുറത്ത് ഇങ്ങനെ വെച്ചിട്ട് പിന്നെ ഉണ്ടാക്കും. അപ്പോൾ അതിൻ്റെ ഒരു മണമൊക്കെയാണ് വരുന്നത് കേട്ടോ. ഇനി അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രം എടുത്ത് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ട് 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ, ഒരു നുള്ളുപ്പ്, പിന്നെ ഒരു സ്പൂണ് ബേക്കിംഗ് പൗഡർ, ഇതൊക്കെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ ഞാൻ ഏലക്കായ, കരയാമ്പൂവ്, കറുവപ്പട്ട പൊടിച്ചത് ഒരു അര സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും എല്ലാതും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു 3 വട്ടം അരിച്ചെടുക്കണം കേട്ടോ. വേറെ ഒരു മിക്സിയുടെ ജാർ വെച്ചിട്ട് അതിൽ 2 മുട്ടയാണ് എടുക്കണം. അത്യാവശ്യം വലുപ്പമുള്ള മുട്ടയാണിത്, അതുകൊണ്ടാണ് 2 എണ്ണം എടുത്തത്. അല്ലെങ്കിൽ ഒരു 3 മുട്ട നമ്മൾ എടുക്കണം കേട്ടോ. ഇത് അതിലേക്ക് ഞാൻ വാനില എസൻസ് ഒരു സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ട്, ചെറിയ സ്പൂണ് അങ്ങനെ അടിച്ചു കൊണ്ടുവന്ന് പതപ്പിച്ച് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ പഞ്ചസാര, പൊടിച്ച പഞ്ചസാര ഒരു ഗ്ലാസ് ഇട്ടുണ്ടായിരുന്നു കേട്ടോ, അത് കാണിക്കാൻ പറ്റിയില്ല. പിന്നെ ഇത് ഒരു 1/4 ഗ്ലാസ് സൺഫ്ലവർ ഓയിലാണ്. അതൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയിട്ട് നമുക്ക് കൊണ്ടുവരാം കേട്ടോ. എന്നിട്ട് ഒരു നല്ല ഡ്രൈ ആയ പാത്രത്തിലേക്ക് നമ്മൾ നേരത്തെ ആക്കി വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, അത് നമ്മൾ കാരമലൈസ് ചെയ്തതിലേക്ക് അത് കൊണ്ടുവരിക. അതിൻ്റെ പാകം ഇതാണ് കേട്ടോ, ഈ പാകമാണ് വേണ്ടത്. നന്നായി പറ്റിച്ചാക്കി കൊണ്ടുവരണം. അപ്പോൾ അതിലേക്ക് ഞാനിനി അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കും കേട്ടോ. എന്നിട്ട് ഇത് നമുക്ക് മാറ്റി എടുത്തേക്കാം. ഇനി വേറൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഞാൻ 2 വട്ടം അരിച്ചെടുത്ത ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ്. ഇതിപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് 3ാമത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ ചെയ്യണം, അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറൊക്കെ അവിടെ ഇവിടെയും കട്ട പിടിച്ച്, അതുപോലെ ഞാൻ ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, ഏലക്കായ, കരയാമ്പൂവ്, കറുവപ്പട്ടയൊക്കെ പൊടിച്ചതൊക്കെ ഇട്ട് കൊടുത്തത്, അതൊക്കെ അവിടെ ഇവിടെയും ആയിട്ട് നമ്മുടെ കേക്കിന് ഒരു സോഫ്റ്റ്നെസ് ഉണ്ടാവില്ല. അപ്പോൾ ഒരു 3 വട്ടം എന്തായാലും നമ്മളിങ്ങനെ സ്പൂൺ വെച്ചിട്ട് തന്നെ ഇളക്കി കൊടുത്തിട്ട് അരിച്ചെടുക്കണം. ഇനിയിപ്പോൾ നമ്മൾ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസിൽ ഞാൻ അണ്ടിപ്പരിപ്പൊക്കെ ചേർത്തു. പിന്നെ നമ്മൾ മിക്സിയിൽ അടിച്ചു കൊണ്ടുവന്നില്ലേ മുട്ടയും അതൊക്കെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ പൊടി 2 വട്ടമായിട്ട് നമ്മളിങ്ങനെ ഇട്ട് കൊടുത്ത് ഫോൾഡ് ചെയ്ത് നമ്മളിങ്ങനെ എടുക്കണം കേട്ടോ. ഇളക്കി കൊടുത്ത് ഭയങ്കര ശക്തിയിൽ ചെയ്യേണ്ട, ശക്തിയിൽ ചെയ്യുമ്പോൾ അത് കേക്കിനൊരു സോഫ്റ്റ്നെസ് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ 2 വട്ടമായിട്ടാണ് ചെയ്തത്. അപ്പോൾ 2ഓ 3ഓ വട്ടം നമുക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ്. ഇതാണ് ഇതിൻ്റെ പാകം കേട്ടോ, ഇത്ര പാകം. വല്ലാണ്ട് വെള്ളമല്ല, ഇങ്ങനെ നിൽക്കും. ഇതേ രൂപത്തിലാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. ഇനി ഞാനൊരു ട്രേ 8 ഇഞ്ചിൻ്റെ കേക്ക് ട്രേ ബട്ടർ പേപ്പറൊക്കെ ഇട്ടിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനിത് ഒഴിക്കുകയാണ്. അപ്പോൾ അതിനൊരു 15 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച ഒരു ബേസിനിലാണ് ഞാൻ ഇറക്കി വെച്ച് റിങ് വെച്ചിട്ട് ഇറക്കി വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ബീറ്ററോ അല്ലെങ്കിൽ ഓവനൊന്നുമില്ല. അപ്പോൾ നമ്മുടെ വീട്ടിലെ സൗകര്യം വെച്ചാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഓവനിലൊന്നും ഞാൻ വെക്കുന്നില്ല. അപ്പോൾ ഇതിങ്ങനെ അതിൻ്റെ മോൾ ഭാഗം ഒന്ന് ലെവലാക്കി കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ അതിൽ അണ്ടിപ്പരിപ്പോ അല്ലെങ്കിൽ മുന്തിരിയൊക്കെ നമുക്ക് അതിൻ്റെ മുകളിലൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ വെറുതെ ഇങ്ങനെ ഒരു 5-6 അങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു ഭംഗിക്ക്. വീട്ടിലുണ്ടാക്കണതാണ്, എന്നാലും കാണാനൊരു ഭംഗിക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ ചെയ്താൽ മതി. ഉള്ളിൽ മുഴുവൻ നിറയെ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, അപ്പോൾ കുഴപ്പമില്ല, നല്ല രസം ഉണ്ടാവും കഴിക്കാനായിട്ട്. അപ്പോൾ ഇനി നമ്മൾ ഇത് ഓവനല്ല, നമ്മുടെ ബേസിൻ ഓവനിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇതാണ് ഞാൻ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതിൽ റിങ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഇത് ഇറക്കി വെച്ച് കൊടുക്കാം.
ഇതൊരു 45-50 മിനിറ്റിനോട് കൂടി നമ്മുടെ കേക്ക് റെഡിയായി വരും കേട്ടോ. അപ്പോൾ 50 മിനിറ്റ് ആയപ്പോൾ എൻ്റെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇങ്ങനെ ഒരു സ്റ്റിക്ക് വെച്ചിട്ടൊന്ന് നോക്കുക. അപ്പോൾ അതിൽ ഒന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനെടുത്ത് അപ്പം തന്നെ പുറത്ത് വെച്ചോളാം, അല്ലാതെ അത് കട്ടിയായി കൂട്ടുക. അപ്പോൾ അത് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമ്മൾ കുത്തി നോക്കുമ്പോഴൊക്കെ നല്ല സ്റ്റിക്കിനൊന്നും ഒരു ഇതുമില്ല, നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പ്ലം കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ മതി. താങ്ക് യു, ബൈ.